എല്ലാ കൂട്ടുകാർക്കും മെഷർമെൻറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോക്സ് D7 ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ റോക്സിൻ്റെ ഡെവിൽ ഫ്രൂട്ട് എന്താണെന്നോ അല്ലെങ്കിൽ റോക്സിൻ്റെ പവേഴ്സ് എന്താണെന്നോ ഇതൊന്നും ഇതുവരെ റിവീൽ ആക്കിയിട്ടില്ല. പക്ഷേ നമ്മുടെ റോക്സിൻ്റെ ഫോട്ടോ റിവീലായ സമയത്ത് അതിൽ നമ്മുടെ റോക്സിൻ്റെ പവറിനെ കുറിച്ച് ചെറിയൊരു ഹിൻറ്റ് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ വൺ പീസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും അതും കൂടി ഒന്ന് ചെയ്യാം. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം നമ്മുടെ വൺ പീസിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ റോക്സ് D7. അതുപോലെ തന്നെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ് നമ്മുടെ സെവക്ക്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ചാപ്റ്റർ 1154 നമ്മുടെ റോക്സിൻ്റെ ഫേസ് റിവീൽ ആക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ റോക്സ് നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ ഫാദർ കൂടിയാണ്. പിന്നെ നമ്മുടെ റോക്സ് ഒരു അഡ്മിറലിനെ കൊന്നിട്ടാണ് പാരറ്റ് ആകുന്നത്. ഇതൊക്കെ നമ്മുടെ റോക്സിനെ കുറിച്ച് ഇപ്പോൾ നമ്മുടെ ഓട റിവീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ റോക്സിൻ്റെ പവേഴ്സിനെ കുറിച്ച് ഇതുവരെ ഒന്നും തന്നെ നമ്മളെ ഇതിൽ റിവീൽ ചെയ്തിട്ടില്ല. എന്നിരുന്നാലും നമ്മുടെ റോക്സിൻ്റെ പവറിനെ കുറിച്ച് നമുക്ക് ചെറിയൊരു രീതിയിലുള്ളൊരു ഹിൻറ്റ് ഇപ്പം കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ പവർ വെച്ച് നമ്മുടെ റോക്സ് എന്തെങ്കിലും നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ഫ്യൂച്ചറിൽ തൻ്റെ തിരിച്ചു വരവിനായിട്ട് നമ്മളെ റോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. ആദ്യം നമുക്ക് റോക്സിൻ്റെ പവർ എന്തായിരിക്കും എന്നതിനെക്കുറിച്ചൊന്ന് നോക്കാം. ഇപ്പോൾ എല്ലാവരും പറയുന്നത് നമ്മുടെ റോക്സിനുള്ള പവർ എന്ന് വെച്ചാൽ നമ്മുടെ OP നോമി എന്ന് പറയുന്ന ഡെവിൽ ഫ്രൂട്ടാണ് നമ്മുടെ റോക്സ് കഴിച്ചിട്ടുള്ളതെന്നാണ്. ഇതിനുള്ള കാരണം നമ്മുടെ റോക്സിന് റിവീൽ ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ കാണാം. നമ്മുടെ ലോ എങ്ങനെയാണോ തൻ്റെ പവേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഫിംഗേഴ്സ് വെക്കാറുള്ളത് അതേ രീതിയിൽ തന്നെ നമ്മുടെ റോക്സ് ഇവിടെ വെച്ചതായിട്ട് നമുക്ക് കാണാം. അത് മാത്രമല്ല ഇതേ സമയത്ത് തന്നെ നമ്മുടെ വേറൊരു പാനലിൽ വലിയൊരു മൗണ്ടൻ ആരോ സ്ലൈസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഒരു പക്ഷേ ഇത് നമ്മുടെ റോക്സ് ചെയ്തതാണെങ്കിലോ എന്തായാലും നമ്മുടെ ലോ വെക്കുന്നത് പോലെ വിരൽ വെച്ചിട്ടുണ്ട്. അത് വെച്ച് നമ്മുടെ റോക്സ് ആ മൗണ്ടൻ സ്ലൈസ് ചെയ്തതാണെങ്കിലോ അല്ലാതെ വെറുതെ അവിടെ ഒരു മൗണ്ടൻ പൊട്ടിത്തെറിക്കുന്ന സീനൊന്നും കാണിക്കണ്ട. പിന്നെ നമ്മുടെ റോക്സിൻ്റെ കൂടെ ഉള്ളത് ഒന്ന് ഷിക്കിയും അതുപോലെ തന്നെ ഒന്ന് വൈറ്റ് ബീഡുമാണ്. അവരാണെങ്കിലും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പിന്നെ റോക്സ് നടന്നു വരുന്ന സമയത്ത് വെറുതെ അങ്ങനെ കൈവെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പലരും പറയുന്നത് നമ്മുടെ റോക്സ് കഴിച്ചിട്ടുള്ളത് നമ്മുടെ OP എന്ന് പറയുന്ന ഈ ഡെവിൽ ഫ്രൂട്ടാണെന്ന്. ഒരു പക്ഷേ ഈ തിയറി സത്യമാവുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബീഡിന് 2 ഡെവിൽ ഫ്രൂട്ട് കഴിക്കാൻ പറ്റിയതു ഈ കാരണം കൊണ്ട് തന്നെയായിരിക്കും. പക്ഷേങ്കിൽ ഈ തിയറി സത്യമാവണമെങ്കിൽ നമ്മുടെ റോക്സ് ഗോഡ് വാലി ഇൻസിഡൻറ്റ് സർവൈവ് ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബീഡ് നമ്മുടെ ഗോഡ് വാലി ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഗോഡ് വാലി ഐലൻഡിൽ ഉണ്ടായിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോക്സ് D7 തൻ്റെ ഡെവിൽ ഫ്രൂട്ടിൻ്റെ പവർ ഉപയോഗിച്ചിട്ട് തൻ്റെ സോള് നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ബോഡിയിലേക്ക് തൻ്റെ സോള് എങ്ങനെയെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും നമ്മുടെ ബ്ലാക്ക് ബീഡിന് 2 ഡെവിൽ ഫ്രൂട്ട് കഴിക്കാൻ പറ്റിയത്. ഈ സംഭവം തന്നെ നമ്മളെ ലോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ പങ്കസാഡിൽ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൻ്റെ സോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയുള്ള എന്തെങ്കിലും ഒരു ട്രിക്കായിരിക്കും നമ്മുടെ റോക്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടാകുക. ബ്ലാക്ക് ബീഡിൻ്റെ സോള് ബ്ലാക്ക് ബീഡിൻ്റെ ബോഡിയിൽ തന്നെ വെച്ചിട്ട് തൻ്റെ സോളും കൂട്ട ആ ബോഡിയിലേക്ക് നമ്മുടെ റോക്സ് ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ബ്ലാക്ക് ബീഡ് രാത്രി ഉറങ്ങാതെ നിൽക്കാനൊക്കെ പറ്റുന്നത്. ചില സമയത്ത് നമ്മുടെ റോക്സ് നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ബോഡി കൺട്രോൾ ചെയ്യും, ചില സമയത്ത് നമ്മുടെ ബ്ലാക്ക് ബീഡ് തന്നെ കൺട്രോൾ ചെയ്യും. അതുകൊണ്ടായിരിക്കും നമ്മുടെ ബ്ലാക്ക് ബീഡ് രാത്രി ഉറങ്ങാത്തത്. പിന്നെ നമുക്കറിയാം നമ്മുടെ ഷാങ്ക്സ് നമ്മുടെ ബ്ലാക്ക് ബീഡിനെ എന്തോ കാര്യം കൊണ്ട് പേടിക്കുന്നുണ്ട്. പേടിയെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ പേടിയല്ല. ബ്ലാക്ക് ബീഡ് നമ്മുടെ വേൾഡിന് എത്രമാത്രം വലിയൊരു ത്രെഡാണെന്ന് നമ്മുടെ ഷാങ്ക്സിന് നന്നായിട്ട് അറിയാം. ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മുടെ വൈറ്റ് ബീഡിനോട് ഷാങ്ക്സ് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗോറസിനോട് പറയുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷാങ്ക്സിന് നമ്മുടെ ബ്ലാക്ക് ബീഡിനെ കുറിച്ച് ഒരുപാട് കാര്യം നന്നായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഷാങ്ക്സിന് മാത്രമാണ് നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ശരിക്കുള്ള പവർ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും നമ്മുടെ ബ്ലാക്ക് ബീഡിനെ നമ്മുടെ ഷാങ്ക്സ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഷാങ്ക്സിൻ്റെ മുഖത്ത് ആ സ്കാർ കൊടുത്തത് ആരാണ്. അതും ബ്ലാക്ക് ബീഡ് ഡെവിൽ ഫ്രൂട്ട് പോലും കഴിക്കാത്ത സമയത്താണ് ആ സ്കാർ കൊടുത്തത്. ഒരു പക്ഷേ നമ്മുടെ ബ്ലാക്ക് ബീഡ് ഷാങ്ക്സിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഷാങ്ക്സ് നമ്മുടെ ബ്ലാക്ക് ബീഡിനെ ഡിഫീറ്റ് ചെയ്യാനാക്കിയിട്ടുണ്ടാകും. ആ ടൈമിലായിരിക്കും നമ്മുടെ റോക്സ് നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ബോഡി ടേക്ക് ഓവർ ചെയ്യുന്നതും നമ്മുടെ ഷാങ്ക്സിന് ആ സ്കാർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ ഷാങ്ക്സിന് നമ്മുടെ ബ്ലാക്ക് ബീഡിനെ ഇത്രയും പേടി. പിന്നെ ഒരു കാര്യം കൂട്ടിയുണ്ട്, നമ്മുടെ ബ്ലാക്ക് ബീഡിന് ഇതുവരെ നമ്മൾ കോൺഗ്രസ് ആക്കി കണ്ടിട്ടില്ല. ഒരു പക്ഷേ നമ്മുടെ ടീച്ച് അല്ലെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബീഡ് കോൺഗ്രസ് ആക്കി ഉണ്ടാകില്ല. എന്നാൽ ഫ്യൂച്ചറിലുള്ള ഫൈറ്റിൽ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ബോഡി നമ്മുടെ റോക്സ് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ റോക്സ് തൻ്റെ കോൺഗ്രസ് ആക്കി യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടായിരിക്കും നമ്മുടെ ബ്ലാക്ക് ബീഡിന് കോൺഗ്രസ് ആക്കി ഇല്ലാത്തത്. ഇത് വെറും ഒരു തിയറി മാത്രമാണ്, ഇത് സത്യമാണെന്ന് ഒരു ഉറപ്പില്ല. എന്നിരുന്നാലും ഈ തിയറി എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഒരു തിയറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ചാനലിൽ പലരും വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് കയറാൻ താല്പര്യമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും കയറുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമല്ല, മറ്റൊരു സമയം കാണുന്നവരെ ബൈ ബൈ.